നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 31ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറിനെ പറ്റിയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈസിനെയും വാസിനെയും പറ്റിയായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. അതായത് എപ്പിസോഡ് 29, 30 ഈസിനെയും വാസിനെയും പറ്റി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഈ എപ്പിസോഡ് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. വേറിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ഈസും വാസും നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഈസ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസിലായിരുന്നു. അതായത് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, അതിനെയാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ വർത്തമാന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മൾ ആശയങ്ങളെ രൂപീകരിക്കാനായിരുന്നു ഈസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഓടുന്നു, ഞാനിപ്പോൾ പ്രസംഗിക്കുന്നു എന്നീ ആശയങ്ങളിലോട്ട് വരാം. അതായത് ഞാൻ ചാടുന്നു, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ ആശയങ്ങളെ പൂർത്തീകരിക്കാനായിരുന്നു നമ്മൾ ഈസ് ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ വാസ് ഉപയോഗിച്ചിരുന്നത് പാസ്റ്റ് ടെൻസിലായിരുന്നു. അതായത് ഞാൻ ചെയ്യുകയായിരുന്നു, ഞാൻ ഇന്നത് ചെയ്യുകയായിരുന്നു, ഞാൻ പാട്ട് പാടുകയായിരുന്നു എന്നീ പാസ്റ്റ് ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞതിനെ വിശദീകരിക്കാനായിരുന്നു നമ്മൾ വാസും ഉപയോഗിച്ചിരുന്നത്. സോ ആ വാസിൻ്റെ അതേ അർത്ഥം തന്നെയാണ് വേറിനുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേറിനുള്ളത് സെയിം അർത്ഥം തന്നെയാണ്. പക്ഷേ ചെറിയൊരു ഡിഫറൻസ് മാത്രം. അർത്ഥത്തിനല്ല ഡിഫറൻറ്റ് വരുന്നത്, അത് യൂസ് ചെയ്യുന്നതല്ല ഡിഫറൻറ്റ് വരുന്നത്. നമ്മുടെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ കൂട്ട് വാസ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? വാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കർത്താവ് ഏകവചനമാകുമ്പോൾ. കർത്താവ് ഏകവചനം എന്ന് വെച്ചാൽ അത് ആരാണോ നമ്മൾ ആ സെൻറ്റൻസിലെ ആരാണോ ചെയ്യുന്നത്, ആ സെൻറ്റൻസിലെ കർത്താവ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ പറ്റിയാണോ സംസാരിക്കുന്നത്, ആ വ്യക്തി, അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയും. അയാളെ സബ്ജക്റ്റ് എന്താണെന്ന് പറയുന്നത്. അത് ഒരാളാണെങ്കിലോ ഒരു വസ്തുവാണെങ്കിലോ ആണ് ഏകവചനം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നത്. വാസ് ഉപയോഗിക്കുന്ന എപ്പോഴാണ്? സബ്ജക്റ്റ് ഏകവചനമാകുമ്പോൾ. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതിലൂടെ ഷീയെ, ഹീയെ, ഈറ്റ്, ഐയെ, ഞാൻ, ഇത്രയും വേർഡുകൾ ഏകവചനത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ഒരാളെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ വേറെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ശ്രദ്ധിച്ചോണം, സബ്ജക്റ്റ് ബഹുവചനമാകുമ്പോൾ. അതായത് ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ വേറെ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്, എക്സാമ്പിളല്ല, ഇത്രയും വേർഡുകളാണ് പറയുമ്പോഴാണ് ദേയെ, വിയെ, യു എന്നീ 3 വേർഡുകൾ വരുമ്പോഴാണ് നമ്മൾ വേറെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിൾ ഇട്ട് കിടക്കാം, നമുക്കപ്പോൾ മനസ്സിലാകും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ സെൻറ്റൻസുകളിലെല്ലാം ബഹുവചനങ്ങളായിരിക്കും സബ്ജക്റ്റ്. അപ്പോഴാണ് വേറെ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സെൻറ്റൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തേത് നമുക്ക് നോക്കാം. വി വെയർ ഓൾ ടുഗദർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരുമിച്ച് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഫാമിലിയായിട്ട് ഒരുമിച്ച് ഒരു പ്രോഗ്രാമിന് രാത്രി എവിടെയെങ്കിലും പോയി. അപ്പം നമ്മളിങ്ങനെ വന്നിട്ട് തലേ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തോ, ഞങ്ങൾ ഇന്നലെ എല്ലാവരും ഒരുമിച്ചായിരുന്നു ഇരുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ചായിരുന്നു പോയിരുന്നത് എന്ന് പറയുന്ന ആ ആശയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. വി വെയർ ഓൾ ടുഗദർ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. വി വെയർ ഓൾ ടുഗദർ. അപ്പോൾ ഇവിടെ വേറെ വന്നത് ഒരുമിച്ച് ആയിരുന്നു എന്നുള്ള ആശയത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വേറെ ഇവിടെ വന്നിരിക്കുന്നത്. വി വെയർ ഓൾ ടുഗദർ, ഞങ്ങൾ ഇന്നലെ എല്ലാവരും ഒരുമിച്ച് ആയിരുന്നു. ആ സെൻറ്റൻസിൻ്റെ ആശയം പിടികിട്ടെന്ന് വിചാരിക്കുന്നു. വേറെ അവിടെ എന്ത് ആശയത്തെ കൊണ്ടുവന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു, പരിപാടിക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിന് ഒരുമിച്ചായിരുന്നു എന്നുള്ള ആശയമാണ് അവിടെ വന്നിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമ്പിളോട്ട് പോകാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പിടികിട്ടും. അപ്പോൾ നമ്മൾ ഇന്നലെ പരിപാടിക്ക് കുറച്ച് ആൾക്കാരെ കണ്ടു, അവർ നല്ല വ്യക്തികളായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് പറയുമോ അവർ നല്ല ആൾക്കാരായിരുന്നു. അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേ വെയർ വെരി ഗുഡ് പീപ്പിൾ, അവർ നല്ല ആൾക്കാർ ആയിരുന്നു. അതായത് നമ്മൾ ഇന്നലെ കണ്ട പീപ്പിൾ നല്ല ആൾക്കാരായിരുന്നു എന്ന് ഞാൻ ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യുമോ. അപ്പോൾ ഇന്നലെ കണ്ട പീപ്പിൾ നല്ല ആൾക്കാരായിരുന്നു എന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വേറെ വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ വന്നത് ആശയം കണ്ടല്ലോ, വാസിൻ്റെ അതേ ആശയം തന്നെയാണ്, ചെറിയൊരു ഡിഫറൻറ്റ് മാത്രം. ഇവിടെ ദേ വന്നുകൊണ്ടാണ്, ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുന്നത് കൊണ്ടാണ് വേറെ വന്നിരുന്നത്. വാസിനും വേറും ഒരേ ആശയമാണ്, ആയിരുന്നു, ആ ഒരു ആശയമാണ്. ദേ വെയർ വെരി ഗുഡ് പീപ്പിൾ, അവർ നല്ല ആൾക്കാരായിരുന്നു എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ആ സെൻറ്റൻസ്. ആശയം പിന്നെയും പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ വേറിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. വേറെന്തിനും കേൾക്കുമ്പോൾ പേടിക്കില്ല, ഇനി എങ്ങനെ ഞാൻ വേറെ യൂസ് ചെയ്യുന്നു. വേറിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒന്നിക്കുള്ള ആളുകളെ പറ്റിയോ വസ്തുക്കളെ പറ്റിയോ സംസാരിക്കുമ്പോഴാണ് നമ്മൾ വേറെ യൂസ് ചെയ്യുന്നത്. അത് പാസ്റ്റ് ടെൻസിൽ എല്ലാം കഴിഞ്ഞ കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് വേറെ യൂസ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, പാസ്റ്റ് ടെൻസിലാണ്, എല്ലാം കഴിഞ്ഞ കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ വേറെ യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, ഞാൻ ഗ്രാമർ ഇങ്ങനെ പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കില്ല. എക്സാമ്പിൾ സെൻറ്റൻസ് ജസ്റ്റ് ആശയപരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പാസ്റ്റ് ടെൻസിലൂടെ നമ്മുടെ മനസ്സായിക്കോളും, നമ്മുടെ മൈൻഡ് കറക്റ്റായിട്ട് വന്നോളും. ഗ്രാമർ പഠിച്ച് നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല. സോ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്രധാനം ആശയപരമായിട്ട് സെൻറ്റൻസുകൾ റിവൈസ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. എന്നാലേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അടുത്തത്, ഞങ്ങൾ ഇന്നലെ പരിപാടിക്ക് പോയപ്പോൾ തളർന്നു പോയിരുന്നു. വി വെയർ
വി വെയർ വെരി ടയേർഡ്. ഞങ്ങൾ ഇന്നലെ തളർന്നു പോയിരുന്നു എന്നുള്ളൊരാശയം വരാനാണ് അടുത്ത എക്സാമ്പിൾ ഉദ്ദേശിക്കുന്നത്. വി വെയർ വെരി ടയേർഡ്. നമ്മൾ വീട്ടിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, ഇന്നലെ ഞങ്ങൾ ഭയങ്കര ക്ഷീണിതരായിരുന്നു, അല്ല ക്ഷീണിച്ച് പോയിരുന്നു, ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു ഉള്ള അർത്ഥമാണ് ഇവിടെ ആ കൊണ്ടുവന്നിരിക്കുന്നത്. വി വെയർ വെരി ടയേർഡ്. ഞങ്ങൾ ഒരുപാട് ടയേർഡായിരുന്നു, ക്ഷീണിതരായിരുന്നു എന്നുള്ള ആശയത്തിനാണ് വെയർ ഉപയോഗിക്കുന്നത്. വാസിൻ്റെ അതേ അർത്ഥം തന്നെയാണ് വി വന്നുകൊണ്ടാണ് വെയറും വന്നിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ വെയർ. നമുക്ക് അടുത്ത സെൻറ്റൻസ് കൂടെ പോകാം. അടുത്തൊരു ജസ്റ്റ് സെൻറ്റൻസും കൂടെ പോകാം. ദേ വെയർ ഷുവർ യു വുഡ് ബിക്കം ആൻ ആർട്ടിസ്റ്റ് വെൻ യു ഗോട്ട് ഓൾഡർ. അതായത് അപ്പം എന്നെ കൊണ്ടൊരാൾ പറയുക, നിൻ്റെ പേരൻസിന് ഉറപ്പായിരുന്നു നീ ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരനാകുമെന്ന് നിൻ്റെ പേരൻസിന് ഉറപ്പായിരുന്നു, അവർക്ക് ഉറപ്പായിരുന്നു നീ ഒരു കലാകാരനാകുമെന്ന്. ആ സെയിം സെൻറ്റൻസിനെയാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ദേ വെയർ ഷുവർ, അവർക്ക് ഉറപ്പായിരുന്നു. ദേ വെയർ ഷുവർ യു വുഡ് ബിക്കം ആൻ ആർട്ടിസ്റ്റ്, നീ ഒരു ആർട്ടിസ്റ്റ് ആവുന്നു. യു വുഡ് ബിക്കം ആൻ ആർട്ടിസ്റ്റ് വെൻ യു ഗോട്ട് ഓൾഡർ എന്ന് പറയുമ്പോൾ നീ പ്രായമാകുമ്പോൾ. വെൻ യു ഗോട്ട് ഓൾഡർ എന്ന് വെച്ചാൽ പ്രായമാകുമ്പോൾ. ഗോട്ട് എന്ന് പറയുമ്പോൾ ഗെറ്റിൻ്റെ പാസ്റ്റാണ്. ഗോട്ട് ഓൾഡർ എന്ന് പറയുന്നത് നീ പ്രായമാകുമ്പോൾ. അതേപോലെ ആ ഒരു ആശയമാണ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്ന ആ സെൻറ്റൻസ്. ദേ വെയർ ഷുവർ, അവർക്ക് ഉറപ്പായിരുന്നു. യു വുഡ് ബിക്കം ആൻ ആർട്ടിസ്റ്റ് വെൻ യു ഗോട്ട് ഓൾഡർ, അവർക്ക് ഉറപ്പായിരുന്നു നീ ഒരു കലാകാരനാകും, നീ പ്രായമാകുമ്പോൾ ഒരു കലാകാരനാകുമെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ വുഡിൻ്റെ അർത്ഥം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമ്മളെല്ലാ സെൻറ്റൻസിലും ഇങ്ങനെ ഇടയ്ക്ക് വുഡിൻ്റെ അർത്ഥം പറഞ്ഞു, ആശയം കുറച്ചുകൂടി മനസ്സിലോട്ട് ഇറക്കുക. വുഡ് നമ്മൾ ചേർക്കുന്നത് പോസിബിലിറ്റിക്ക്, സാധ്യത, ഞാൻ എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ സാധ്യതകളുണ്ടോ എന്നുള്ള ആശയം വരുമ്പോഴാണ് നമ്മളിവിടെ വുഡ് ചേർത്തിരിക്കുന്നുണ്ടോ. ദേ വെയർ ഷുവർ യു വുഡ് ബിക്കം ആൻ ആർട്ടിസ്റ്റ്, നീ ഒരു ആർട്ടിസ്റ്റ് ആകുമെന്ന് കണ്ടോ, ആ ഒരു പോസിബിലിറ്റിയാണ്. ആ പോസിബിലിറ്റിക്ക് നമ്മൾ വുഡാണ് ചേർക്കുന്നത്. വുഡ് ചേർത്താണ് സെൻറ്റൻസുകൾ നമ്മൾ നിർമ്മിക്കുന്നത്. ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി എക്സാമ്പിളോട്ട് പോകുമ്പോൾ ഈ വുഡ് നമ്മുടെ നാവിൽ വഴങ്ങി വരും. നോ പ്രോബ്ലം. ഇങ്ങനെ ആയിരിക്കും നമ്മൾ സെൻറ്റൻസ് പോകുന്നത്. എല്ലാ വേർഡുകളും പഠിച്ചായിരിക്കും പോകുന്നത്. നമ്മൾ ഒരു കാര്യം മാത്രമായിരിക്കില്ല പഠിച്ചു പോകുന്നത്. നമുക്ക് ഇവിടെ നോക്കാം. ദേ വെയർ ഷുവർ യു വുഡ് ബിക്കം ആൻ ആർട്ടിസ്റ്റ് വെൻ യു ഗോട്ട് ഓൾഡർ, അവർക്ക് ഉറപ്പായിരുന്നു നീ ഒരു പ്രായമാകുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ. ആശയം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ദേ വന്നുകൊണ്ടാണ് അവിടെ വെയർ വന്നത്. നീ ഒരു ആർട്ടിസ്റ്റ് ആകുമായിരുന്നു എന്ന് അവർക്ക് ഉറപ്പായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു സെൻറ്റൻസിലോട്ട് പോകാം. വളരെ ഇൻട്രസ്റ്റിംഗ് സെൻറ്റൻസാണ്. അപ്പോൾ നമ്മളിങ്ങനെ പരിപാടിക്ക് പോകുന്ന ഒരാൾ കണ്ടിട്ട് ചോദിക്കുക, നിങ്ങൾ എവിടെ പോകുകയായിരുന്നു എന്നൊരാൾ നമ്മളോട് ചോദിക്കും. നിങ്ങൾ എവിടെ പോകുകയായിരുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കാറില്ല. ആ ഒരു സെൻറ്റൻസാണ് എഴുതിയിരിക്കുന്നത്. വേർ യു ഗോയിങ്, നിങ്ങൾ എവിടെ പോകുകയായിരുന്നു. എവിടെ പോകുന്നതല്ല ചോദിച്ചത്, നമ്മൾ പോകുന്നത് കണ്ടിട്ട് നമ്മളോട് ചോദിക്കുക നിങ്ങൾ എവിടെ പോകുകയാണ്. നമ്മൾ തിരിച്ചു വന്നപ്പോൾ പുള്ളി നമ്മളോട് ചോദിക്കുക, നിങ്ങൾ ഇന്നലെ അങ്ങോട്ട് എവിടെ പോകുകയായിരുന്നു എന്നൊരാശയമാണ്. മലയാളത്തിൽ സംസാരിക്കത്തില്ല നമ്മൾ ചിലരോട്. നിങ്ങൾ ഇന്നലെ എവിടെ പോകുകയായിരുന്നു, അല്ലെങ്കിൽ നമ്മളൊരാൾ പോയി കണ്ടിട്ട് ചോദിക്കുക നിങ്ങൾ എവിടെ പോകുകയായിരുന്നു നമ്മൾ ചോദിക്കാറുണ്ട്. സെയിം ആശയമാണ് ഇവിടെ. വേർ യു ഗോയിങ്, നിങ്ങൾ എവിടെ പോകുകയായിരുന്നു നമ്മളെ കണ്ടിട്ട് ഒരാൾ ചോദിക്കുക. അപ്പോൾ ആ വേറിൻ്റെ ആശയം വന്നപ്പോൾ അവിടുത്തെ ആശയം മാറിയത് കണ്ടല്ലോ. നമ്മൾ സാധാരണ എവിടെ പോകുകയാണെന്ന് ചോദിക്കുന്നത് നമ്മളങ്ങനെ വേർ ആർ യു ഗോയിങ് എന്നാണ്. നമ്മൾ എവിടെ പോകുകയാണെന്ന് ചോദിക്കും. നമ്മളൊരാൾ പോകുന്ന കണ്ടിട്ട് നിങ്ങൾ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നത് വേർ ആർ യു ഗോയിങ്. ഇവിടെ വേറെ വന്നപ്പോൾ ആശയമാണ് നിങ്ങൾ എവിടെ പോകുകയായിരുന്നു. പോകുന്നത് കണ്ടിട്ട് നമ്മൾ ചോദിക്കുക. ഇതിൻ്റെ ആശയം പിടികിട്ടുന്നു വിശ്വസിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ പോകാം. യു വെയർ സോ ഫണ്ണി വെൻ യു വെയർ യങ്ങർ. ഇപ്പോൾ എന്നെ കണ്ടിട്ട് ഒരാൾ പറയുക നീ ചെറുപ്പത്തിൽ ഭയങ്കര തമാശക്കാരനായിരുന്നു. സെയിം ആശയം സെയിം അർത്ഥം അതാണ് എഴുതിയിരിക്കുന്നത്. യു വെയർ സോ ഫണ്ണി വെൻ യു വെയർ യങ്ങർ. അത് യങ്ങർ എന്ന് വെച്ചാൽ ചെറുപ്പകാലത്ത്. യു വെയർ സോ ഫണ്ണി, നീ ഭയങ്കര തമാശക്കാരനായിരുന്നു. എപ്പോഴാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് വെന്ന് ചേർത്തേക്കുന്നത്. വെൻ യു വെയർ യങ്ങർ, നീ യങ്ങറായിരുന്ന സമയത്ത് അവിടെയും വേറെ വന്നു. നമ്മൾ യങ്ങറായിരുന്ന സമയത്തൊന്ന് ആശയത്തെ കൊണ്ടുവരാൻ അവിടെ വേറെ വന്നു. യു വെയർ യങ്ങർ. അപ്പോൾ വേറിൻ്റെ ആശയം പിടികിട്ടുന്നു വിചാരിക്കുന്നു. യു വന്നുകൊണ്ടാണ് ഇവിടെ എല്ലാം വേറെ വന്നിരിക്കുന്നത്. അതും പാസ്റ്റ് ടെൻസ് ആണ്, ആയിരുന്നത് കൊണ്ട്. യു വെയർ സോ ഫണ്ണി വെൻ യു വെയർ യങ്ങർ, നീ യങ്ങറായിരുന്ന സമയത്ത് നീ ഭയങ്കര തമാശക്കാരനായിരുന്നു. എല്ലാം പാസ്റ്റ് ടെൻസ്, അതുകൊണ്ട് യുവിൻ്റെ കൂടെ വേറാണ് വന്നിരിക്കുന്നത്. ആശയം പിടികിട്ടെന്ന് വിചാരിക്കുന്നു. നോ പ്രോബ്ലം. ചിലവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ആശയത്തിലോട്ട് എത്താൻ. നോ പ്രോബ്ലം. സെൻറ്റൻസുകളുടെ ആശയം മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ നമ്മൾ വേറൊന്നും കറക്റ്റായിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചില്ലെന്നൊക്കെ വരും. കാരണം നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ആയാലേ വേറൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ നാവിൽ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും വരത്തില്ല. എനിക്കറിയാം സംഭവം. കാരണം പ്രാക്ടീസ് കൂടിയേ വരത്തുള്ളൂ. നമുക്ക് ഗ്രാമർ ആലോചിച്ചും പറയാൻ പറ്റത്തില്ല. വേറെ പല വേർഡുകളും നമുക്ക് ഗ്രാമർ ആലോചിച്ചും പറയാൻ പറ്റും. സോ കണ്ടിന്യൂസ് പ്രാക്ടീസും പിന്നെ അതും കൂടാതെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം
മറ്റുള്ളവരുടെ. സോ അവരുടെ റീപ്ലൈയും കൂടെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ച് ആകും ഇംഗ്ലീഷുമായിട്ട്. സോ അങ്ങനെ നമുക്ക് ഇംഗ്ലീഷുമായിട്ട് അറ്റാച്ച് ആകാൻ പറ്റും. സോ അതുകൊണ്ട് ഇതൊക്കെ തെറ്റിപ്പോകുമോ, ദൈവമേ ഇതൊക്കെ പഠിച്ചിട്ട് തെറ്റിപ്പോകുമോ എന്നൊന്നും വിചാരിക്കരുത്. നോ പ്രോബ്ലം. ജസ്റ്റ് റിവൈസ് ചെയ്യുക. ഭാവിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് വരും. അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോഴൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പിടികിട്ട് വരും. സോ ധൈര്യത്തോടെ ഇരിക്കുക, പേടിച്ചൊന്നും പോകല്ലേ. വളരെ ഈസിയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ ബാക്കി സംസാരിക്കുന്നതൊക്കെ ഭാവിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. സോ ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പരിപാടിക്ക് പോയി, അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ സീറ്റ് കിട്ടിയില്ല. അപ്പം സീറ്റ് കിട്ടിയില്ല. അപ്പം നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ വേറൊരു കൂട്ടുകാരൻ വന്ന് പറയുന്നത് 2 സീറ്റ് വേർ വേക്കൻ്റ്, അത് 2 സീറ്റ് അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേക്കൻ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മളോട് പറയുക. 2 സീറ്റ് വേർ വേക്കൻ്റ്, ആ 2 സീറ്റ് അവിടെ വേക്കൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ള ആശയം വരാനാണ് ഇവിടെ വേറെ വന്നിരിക്കുന്നത്. 2 സീറ്റ് വേർ വേക്കൻ്റ്, അവിടെ 2 സീറ്റ് വേക്കൻ്റ് ആയിരുന്നു, വേക്കൻ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ഇരിക്കാൻ പറ്റിയില്ല, നമ്മളത് പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ആ ഒരു ആശയം കൊണ്ടുവരാനാണ് ഇവിടെ വന്നത്. 2 സീറ്റ് വേർ വേക്കൻ്റ്, 2 സീറ്റ് വേക്കൻ്റ് ആയിരുന്നു, 2 സീറ്റ് അവിടെ വേക്കൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ള ആശയമാണ് അവിടെ വേറെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 സീറ്റ് വേർ വേക്കൻ്റ്, 2 സീറ്റ് വേക്കൻ്റ് ആയിരുന്നു എന്നൊരാൾ നമ്മളോട് പറയുമോ, 2 സീറ്റ് അവിടെ വേക്കൻ്റ് ആയിരുന്നു. നമ്മളപ്പോൾ വേറെ ഒരു സ്ഥലത്ത് ഇരുന്ന് പോയി, അപ്പോൾ വേറൊരാൾ വന്ന് പറയുമോ 2 സീറ്റ് അവിടെ വേക്കൻ്റ് ആയിരുന്നു എന്നൊരു ആശയമാണ്. ആയിരുന്നു, 2 സീറ്റ് അവിടെ വേക്കൻ്റ് ആയിരുന്നു എന്നൊരു ആശയം വരാനാണ് അവിടെ വേറെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് 2 സെൻറ്റൻസ് കൂടെ എക്സാമ്പിൾ എടുത്ത് നമുക്ക് പെട്ടെന്ന് നിർത്താം. അപ്പോൾ ഇതിന് നമ്മുടെ പേരൻസും ഉണ്ടായിരുന്നു പരിപാടിക്ക്. അപ്പോൾ അവർ പരിപാടി കണ്ടങ്ങ് ആവേശത്തിലായി. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വേറെ നമ്മുടെ കസിൻസിനോട്, ബന്ധുക്കളോട് പറയുക അവർ ഭയങ്കര ആവേശത്തിലായിരുന്നു. അപ്പോൾ അതെങ്ങനെ നമ്മൾ പറയും, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദേ വെയർ വെരി എക്സൈറ്റഡ്, അവർ ഭയങ്കര ആവേശത്തിലായിരുന്നു. എക്സൈറ്റഡ് എന്ന് വെച്ചാൽ ആവേശം എന്നാണ് അർത്ഥം. ദേ വെയർ വെരി എക്സൈറ്റഡ്, അവർ ഭയങ്കര ആവേശത്തിലായിരുന്നു എന്നാണ് ആ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ വെയർ വെരി എക്സൈറ്റഡ്, അവർ ഭയങ്കര ആവേശത്തിലായിരുന്നു. അപ്പോൾ ദേ വന്നുകൊണ്ടാണ് വേറെ വന്നത്, പാസ്റ്റ് ടെൻസ് വന്നുകൊണ്ടാണ് വേറും വന്നത്. ദേ വെയർ വെരി എക്സൈറ്റഡ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ആശയത്തിലോട്ട് ഇറങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പരിപാടിക്ക് പോയതുകൊണ്ട് നമ്മൾ ഇന്നലെ പരിപാടിക്കായിപ്പോയി. അപ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മളെ കണ്ടില്ല. അപ്പം അവൻ പിറ്റേ ദിവസം നമ്മളോട് ചോദിക്കുമോ, വേർ യു ബിസി യെസ്റ്റർഡേ, ഇന്നലെ നീ ബിസി ആയിരുന്നോ എന്നാണ് അടുത്ത സെൻറ്റൻസ് ചോദിക്കുന്നത്. വേർ യു ബിസി യെസ്റ്റർഡേ, ഇന്നലെ നീ ബിസി ആയിരുന്നോ, പാസ്റ്റ് ടെൻസ് ഇന്നലത്തെ കാര്യമാണ്. അതുകൊണ്ട് വേറെ ആദ്യം ചേർത്ത്, ഇത് നമ്മൾ വാസും ആദ്യം ചേർത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പറഞ്ഞായിരുന്നു, ഈസും ആദ്യം ചേർത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പറഞ്ഞു. അതേപോലെ വേറും ആദ്യം ചേർത്തുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന മെത്തേഡാണിത്. വേർ യു ബിസി യെസ്റ്റർഡേ, ഇന്നലെ നീ ബിസി ആയിരുന്നോ എന്നൊരു ആശയമാണ് വന്നിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുക. നമ്മളെ കാണാത്തതുകൊണ്ട് നമ്മൾ സുഹൃത്ത് ചോദിക്കും, ഇന്നലെ നീ ബിസി ആയിരുന്നോ, ബിസി അല്ലായിരുന്നോ എന്നൊരു ആശയമില്ലേ, അങ്ങനെയാണ് ഈ ആശയം വന്നത്. വേർ യു ബിസി യെസ്റ്റർഡേ, ഇന്നലെ നിങ്ങൾ ബിസി ആയിരുന്നോ അല്ലായിരുന്നോ എന്നൊരു ആശയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ വെച്ചുള്ള ഒരു ഫോർമേഷൻ, വേറെ ഫ്രണ്ട് വന്നപ്പോൾ അല്ലായിരുന്നോ എന്നുള്ളൊരു ആശയമാണ് വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. വെറി ഔട്ട് ലാസ്റ്റ് നൈറ്റ്, പിന്നെ ഞാൻ ചോദിക്കും, ഇന്നലെ നിങ്ങൾ പുറത്ത് പോയിരുന്നു, വെറി ഔട്ട് ലാസ്റ്റ് നൈറ്റ്, അതായത് ഇന്നലെ രാത്രി നിങ്ങൾ പുറത്ത് പോയിരുന്നോ എന്നാണ് അടുത്ത എക്സാമ്പിളും പറയുന്നത്. വെറി ഔട്ട് ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി നീ പുറത്തായിരുന്നു, പുറത്ത് എവിടെയും കറങ്ങാൻ പോയിരുന്നു, പരിപാടിക്ക് പോയിരുന്നു എന്നാണ് ആ സെൻറ്റൻസ് കൂടി ഉദ്ദേശിക്കുന്നത്. വേറെ ആദ്യം വന്നപ്പോൾ ആയിരുന്നോ, ഇന്നലെ നീ പുറത്തായിരുന്നോ, വേറെ പരിപാടിക്ക് പുറത്ത് പോയിരുന്നോ എന്നാണ് ആ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ വേറെ ആദ്യം വന്നപ്പോൾ ഉള്ള ആശയം ഇത്രയേ ഉള്ളൂ. വേറെ ഒരു സെൻറ്റൻസ് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് പുറത്ത് ഭയങ്കര ബഹളം. അപ്പോൾ നമ്മുടെ കസിൻ പേരൻസ് ചോദിക്കും, ആരവിടെ പുറത്ത് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്, ബഹളം വെച്ചിട്ട് അവരങ്ങ് പോയി. അപ്പോൾ നമ്മൾ പറയും, അത് സ്കൂൾ പിള്ളേരായിരുന്നു, ആ ബഹളം വെച്ചത് സ്കൂൾ പിള്ളേരായിരുന്നു. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ദേ വേറെ സ്കൂൾ ചിൽഡ്രൻ, അത് സ്കൂൾ കുട്ടികളായിരുന്നു. ദേ വേറെ സ്കൂൾ ചിൽഡ്രൻ, അത് സ്കൂൾ കുട്ടികളായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മീനിങ് ആശയം പിടികിട്ടിയിരുന്നല്ലോ. ആ ബഹളം വെച്ചിരുന്നത് സ്കൂൾ കുട്ടികളായിരുന്നു എന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ കൊണ്ടുവന്നത്. ആയിരുന്നു, ദേ വെയർ സ്കൂൾ ചിൽഡ്രൻ, അത് സ്കൂൾ കുട്ടികളായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വേറെ വെച്ചുള്ള എക്സാമ്പിൾസ് നിർത്തുകയാണ്. വേറെ വെച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി വേറെ വെച്ച് ഒരു മെത്തേഡും കൂടെ ഉണ്ട്, അത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ അത് കുഴപ്പിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. വേറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ വേറിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ആയിരുന്നു ഉള്ള ആശയമാണ്. അടുത്തത് അതായത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള വേറെ വെച്ചുള്ള എക്സ്പ്രഷനാണ്. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡ് കാണണം. അടുത്ത എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.